ഹലോ എവ്രിവൺ. സോ നമുക്ക് ഇന്ന് കുറച്ച് എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സിൻ്റെ ബിഹൈൻഡ് സീൻ കാണാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മഹർ സെറ്റാണ് വരുന്നത്. അത് നമ്മളൊരു വുഡൻ പാലറ്റിൽ ജസ്റ്റ് നെക്ക് പീസിൽ അതേപോലെ അതിൻ്റെ ജ്വല്ലറി ബോക്സിൽ തന്നെ മഹർ സെറ്റ് ചെയ്തിട്ട് ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തന്നെ ചെയ്തതാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി. അതും പിന്നെ അക്രിലിക് കട്ടൗട്ടും വെച്ചിട്ട് സിമ്പിളായിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഐറ്റം ഖുറാൻ ഹാമ്പറാണ് വരുന്നത്. അത് നോർമലി അക്രിലിക് ബോക്സിൽ മുസല്ലി, ഖുറാനും തസ്ബീം അതേപോലെ ബുക്ക് മാർക്കറും സെറ്റ് ചെയ്തിട്ടാണ്. എന്നിട്ട് ടോപ്പിൽ അക്രിലിക് കട്ടിങ് വെച്ചിട്ട് കോർണറും അതേപോലെ മിഡിലും സെറ്റ് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് ട്രോളി ഹാമ്പറിൽ സെറ്റ് ചെയ്യാനുള്ള ഫ്ലവേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു. അത് നമ്മൾ ഓസിസ് ബോർഡുമേ ഫ്ലവേഴ്സ് നമ്മൾ നോർമലി സാധാ ഫ്ലവേഴ്സ് ഇല്ലേ, അത് ജസ്റ്റ് ടൂത്ത് പിക്കുമ്പോൾ കൊത്തിയിട്ട് അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ട്രോളിയിൽ വെക്കാനുള്ള ചോക്ലേറ്റ്സ് സെറ്റാക്കിയിരുന്നു. നമ്മൾ അടിയിൽ എന്തായാലും മിസ്സിപ്പായിട്ടാവുമല്ലോ ഇടുക. അപ്പോൾ മുകളിൽ തുറക്കുമ്പോൾ ഒരു വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാർഡ് ബോർഡുമ്മേ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് കുറച്ച് ലക്ഷറി ചോക്ലേറ്റ്സ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് മറ്റേ മിസ്സിയപ്പായ ചോക്ലേറ്റ്സിൻ്റെ മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ട്രോളി ഓപ്പൺ ആക്കുമ്പോൾ നല്ല വൃത്തിയോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ മറ്റേ സിബിളുള്ള സൈഡിൽ നമ്മൾ കിൻഡർ ബ്ലൂണ വെച്ചൊക്കെയായിരുന്നു. ആൻഡ് അടുത്ത ഭാഗത്ത് നമ്മൾ ഡ്രസ്സ് അതേപോലെ ചെരുപ്പ്, നിസ്കാര കുപ്പായം, വാച്ച്, സ്പ്രേ അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു വെച്ചിരുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രോളി ഹാമ്പറിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്യായിരുന്നു. അതിനായിട്ട് നമ്മൾ ആദ്യം നെറ്റ് ഫിക്സ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടായിരുന്നു ആ ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്തത്. ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫോക്സ് ബോളും അതേപോലെ ഗോൾഡൻ ബീഡ്സും ഒക്കെ ആഡ് ചെയ്തിരുന്നു. കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ഈ ഗോൾഡൻ ലീഫും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ കട്ടൗട്ട് ചെയ്ത നെയിംസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ആ വലിയ ബോക്സിനെ സെറ്റ് ചെയ്തത്. സെക്കൻഡ് ബോക്സിലും സെയിം പ്രോസസ്സ് തന്നെ. ഫ്ലവേഴ്സ് വെച്ചു, ഗോൾഡൻ ലീഫ് വെച്ചു, അതിൽ നെയിമിൻ്റെ പകരം ലോഗോ ആയിരുന്നു. അത്രേ ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത് നിക്കാഹിൻ്റെ ടൈമിൽ, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് കൊടുക്കാനുള്ള കുറച്ച് നെറ്റ്സൊക്കെ ഇട്ട് ചെയ്തിട്ട്
നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ കവറിൽ ഡേറ്റ്സ്, ബദാം, അണ്ടിപ്പരിപ്പ്, ചോക്ലേറ്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ലോഗോ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതേപോലെ നമ്മളൊരു 300 കവേഴ്സ് നമ്മൾ സെറ്റാക്കിയിരുന്നു നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഇതൊരു കുഞ്ഞി വീഡിയോ ആണ്. നമ്മൾ ഉണ്ടാക്കുന്നതിനിടയിൽ മാക്സിമം ക്ലിപ്സ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.